ബാബു വരൂ, നമുക്ക് പോവാം. വരൂ. ശോശമ്മേ, ഒളിച്ചോടുന്ന ഭീരുത്വമാണ്. ശോശമ്മ ധൈര്യമായി നിൽക്കൂ. വക്കീൽ സാറിന്റെ മനസ്സ് മാറും. ഒരു കാര്യത്തുമില്ല. ഞാൻ മരിക്കാതിരിക്കണമെങ്കിൽ ബാബു എന്നോടൊപ്പം വരണം. ആളുകൾ നമ്മെ പരിഹസിക്കും. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇത് ശരിയല്ല ശോശമ്മ. നാളെ പകൽ എല്ലാരും കാണുക ഞാൻ ശോശാമ്മയുടെ വീട്ടിൽ വന്ന് ശോശമ്മയെ വിളിച്ചോണ്ട് പോകും. ബാബു ഇപ്പോഴെന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഈ രാത്രി അവസാനിക്കും മുമ്പ് ഞാൻ മരിച്ചിരിക്കും. ശോശാമ്മേ. ബാബു, വീട്ടിലെല്ലാവരും ഉണർന്നു. നമ്മളെ പിടികൂടും മുമ്പ് ഇവിടെ നിന്ന് പോകണം. അല്ലെങ്കിൽ ബാബു രക്ഷപ്പെട്ടുള്ളൂ. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ഓടി പോവില്ല. വരൂ. കുഞ്ഞവിടെ ആരുമില്ലേ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ തെക്കര ജോലി അന്വേഷിച്ചിറങ്ങിയത്. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയാൽ. നിങ്ങൾ നടന്നലഞ്ഞു വരുന്ന ലക്ഷണമുണ്ടല്ലോ. വന്നാട്ടെ, വെള്ളം തരാം. ഇങ്ങോട്ടിരിക്കാം. ഞങ്ങളും തെക്ക് നിന്ന് കുടിയേറിയവരാണ്. 10-15 കൊല്ലമായി. ഇപ്പോൾ ഇവിടെ ജോലിയൊക്കെ ധാരാളമുണ്ട്. തോട്ടത്തിൽ കാട് വെട്ടുന്ന സമയമാണ്. ഞങ്ങൾക്കും വല്ല ജോലിയും കിട്ടുമോ? അത് ഞങ്ങൾ ഏർപ്പാട് ചെയ്യാം. എന്റെ കെട്ടിയവൻ ഇങ്ങോട്ട് വരട്ടെ. എപ്പോ വരും? സന്ധ്യയ്ക്ക് മുൻപേ വരും. അട്ടെ, നിങ്ങൾ ജോലി കിട്ടുന്നവർ എവിടെ താമസിക്കും? ഞങ്ങൾക്കിവിടെ പരിചയക്കാരുമില്ല. ഒരു ചെറിയ വീട് വാടകയ്ക്ക് കിട്ടുന്നെങ്കിൽ സൗകര്യമായിരുന്നു. ഈ മലയിൽ വീടൊന്നും വാടകയ്ക്ക് കിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ താമസിച്ചു. ഒരു വേല കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൂരയൊക്കെ തല്ലിക്കൂട്ടാം. ഏതായാലും ഇടത്തിടെ കെട്ടിയോ വന്നിട്ട് നമുക്ക് നിശ്ചയിക്കാം. മൂപ്പരോട് ചോദിക്കാനൊന്നുമില്ലെന്നേ. ഞാൻ പറഞ്ഞ അതിനപ്പുറം ഒന്നുമില്ല. കുഞ്ഞാണി പറഞ്ഞാ പിന്നെ എനിക്കെതിരുണ്ടോ? നിങ്ങൾ ഇനി ഒരു സ്ഥലത്തും പോകണ്ട. ഇവിടെ രാത്രിയിലത്തെ കിടപ്പിന് അല്പം ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. കിടപ്പല്ലടി കുഞ്ഞേലി പ്രധാനം. ഇപ്പോൾ മഴയൊന്നുമില്ലല്ലോ. നിങ്ങൾ ഒരു പാവിരിച്ച് മുറ്റത്ത് കിടന്നോളൂ. ഞാനും പിള്ളേരും അടുക്കളക്കകത്ത് കിടന്നോളാം. ഇവരിവിടെ കിടന്നോട്ടെ. അത് നീ എനിക്കിട്ടൊരു വെപ്പായിരുന്നല്ലോ. അച്ഛാ, ഞാൻ പുറത്ത് കിടന്നോളാം. ശോശാമ്മ അടുക്കളയിൽ കിടന്നോളൂ. അതേതായാലും വേണ്ട, നിങ്ങൾ അകത്ത് കിടന്നു. ചെറുപ്പക്കാരുടെ മനസ്സിലെ ആശ അറിഞ്ഞ് നമ്മളും പ്രവർത്തിക്കേണ്ടി കുഞ്ഞേലി. അതല്ലോ മനുഷ്യ ഞാനും പറഞ്ഞത്. അതെ, നമ്മളും എത്ര കിടപ്പ് കിടന്നതാ ഇവിടെ. ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് ഇറങ്ങി തിരിച്ചെങ്കിലും കെട്ട് കഴിഞ്ഞിട്ടില്ല. മനസ്സമ്മതം കഴിഞ്ഞതാ. അത് മതിയടോ. 2 പേർക്കും മനസമ്മതമായാൽ കെട്ട് കഴിഞ്ഞതിന് തുല്യമാ. അതുപോരാ, മനസ്സമ്മതം കഴിഞ്ഞാൽ പിന്നെ വെച്ചു നിൽക്കുന്ന എന്തിനാ? നമ്മുടെ പള്ളിയിലെ അച്ഛനോട് പറഞ്ഞാൽ നിങ്ങളുടെ കെട്ടങ്ങ് നടത്തി തരും. അത് നേരെ. പള്ളിയിൽ അച്ഛന് ജോലിയൊന്നും ഇല്ലായിരിക്കാം. ഒരു കെട്ടെങ്കിലും അങ്ങ് നടക്കട്ടെ. എന്താ ബാബു? അച്ഛന്റെ ഇഷ്ടം.